ഒരു അപകട വാർത്തയിലേക്കാണ് അപ്പം നമ്മൾ ചർച്ച ചെയ്തിരുന്നത് തന്നെയാണ്. ഉത്തരാഖണ്ഡിലെ ചമോലിയിൽ ഇവിടെ നിർമ്മാണത്തിലുണ്ടായിരുന്ന ഒരു തുരങ്കം തകർന്ന് 7 പേർ മരണപ്പെട്ടു, 2 പേരെ കാണാതായി. തുരങ്കത്തിന് മുകളിലുണ്ടായ മണ്ണിടിച്ചിലാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. അനീന സതീഷ് വിശദാംശങ്ങളുമായി ചേരുന്നു. അനീന, നിലവിൽ സാഹചര്യം എന്താണ്? വിവരങ്ങൾ എങ്ങനെയാണ്? ഈ കാണാതായവരെ കുറിച്ച് എന്തെങ്കിലും സൂചനകൾ ലഭിക്കുന്നു? സേതു, ഉത്തരാഖണ്ഡിലെ മിന്നൽ പ്രളയത്തിന് പിന്നാലെയാണ് ഈ നിർമ്മാണത്തിലിരുന്ന തുരങ്കത്തിനുള്ളിൽ ഈ തൊഴിലാളികൾ കുടുങ്ങിപ്പോയത്. വലിയ തോതിൽ മണ്ണും ചെളിയും ഇരച്ചെത്തിയതിന് പിന്നാലെയാണ് ഈ തൊഴിലാളികൾ അതിനകത്ത് അകപ്പെട്ടു പോയതെന്നാണ് ലഭിക്കുന്ന വിവരം. 7 തൊഴിലാളികൾ നിലവിൽ മരിച്ചതായിട്ടുള്ളൊരു വിവരമാണ് പുറത്തേക്ക് വരുന്നത്. 14 പേരെ രക്ഷപ്പെടുത്തി എന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. നിലവിൽ എന്തായാലും അവിടെ രക്ഷാപ്രവർത്തനം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയും തൊഴിലാളികളെ കണ്ടെത്താനുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. അവർക്കായുള്ള തെരച്ചിൽ ഊർജിതമായി തന്നെ നടക്കുന്നുണ്ട്. ചമോലി ജില്ലയിലെ പിപ്പൽകോട്ടിൽ തെഹ്രി ഹൈഡ്രോ ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ജലവൈദ്യുതി പദ്ധതിയുടെ ഭാഗമായി നിർമ്മാണത്തിലിരിക്കുന്ന തുരങ്കത്തിലാണ് ഈ അപകടമുണ്ടായിരിക്കുന്നത്. ഇന്നലെ വൈകിട്ട് ഏകദേശം 7 മണിയോടെയാണ് അപകടമുണ്ടായത്. നിലവിലും അവിടെ രക്ഷാപ്രവർത്തനം പുരോഗമിച്ചു തന്നെ കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ദേശീയ സംസ്ഥാന ദുരന്ത നിവാരണ സേനകളും സൈന്യവും ഇന്തോ ടിബറ്റൻ ബോർഡർ പോലീസും അടക്കം രക്ഷാദൗത്യത്തിനായി സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. തുരങ്കത്തിനുള്ളിൽ നിന്ന് മണ്ണും ചെളിയും നീക്കം ചെയ്ത് മറ്റ് തൊഴിലാളികളെ കൂടി കണ്ടെത്താനുള്ള ശ്രമമാണ് നടക്കുന്നത്. ഈ തുരങ്കത്തിനുള്ളിൽ തന്നെ വലിയ തോതിൽ വെള്ളക്കെട്ടുള്ളത് കൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനത്തിന് അത് വെല്ലുവിളിയാകുന്നുണ്ട്. എന്നാലും കാര്യക്ഷമമായി തന്നെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയാണെന്നാണ് അവിടെയുള്ള അധികൃതരടക്കം നൽകുന്ന വിവരം. ഈ മണ്ണും ചെളിയും നീക്കിയാൽ മാത്രമേ ഇനിയും കുടുങ്ങിക്കിടന്നിട്ടുള്ള തൊഴിലാളികളെ രക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും രക്ഷപ്പെടുത്തിയ ആളുകളെയൊക്കെ തന്നെ നിലവിൽ സമീപത്തെ ആശുപത്രികളിലേക്കും വിദഗ്ധ ചികിത്സ ആവശ്യമായവരെ മറ്റ് ആശുപത്രികളിലേക്കുമൊക്കെ മാറ്റിയിട്ടുണ്ട്. ഈ രക്ഷാദൗത്യം നിരീക്ഷിച്ചു വരികയാണെന്നും ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും നിലവിൽ ചെയ്ത് നൽകിയിട്ടുണ്ടെന്നുമാണ് ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി അറിയിച്ചിട്ടുള്ളത്. എന്തായാലും മറ്റ് തൊഴിലാളികളെ കൂടി കണ്ടെത്താനുള്ള ശ്രമം പുരോഗമിക്കുകയാണ്. സേതു. ഓക്കെ അനേന, ശരി. അപ്പോൾ അവിടെ നിന്നുള്ള അപ്ഡേറ്റുകൾ നൽകുകയായിരുന്നു നമ്മുടെ അനേന.